പി വി അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലത് ഊഹാപോഹങ്ങളുടെ സ്വഭാവമുള്ളതാണ്. അതിന് തെളിവ് എനിക്ക് ശേഖരിക്കേണ്ടതുണ്ട് എന്ന് പി വി അൻവർ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ തെളിവ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്ന് ഈ സുജിത് ദാസിന്റെ സംഭാഷണമാണ്. അപ്പോൾ ഈ തെളിവ് വെച്ചുള്ള കാര്യങ്ങളിൽ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുസമക്ഷം നിൽക്കുകയും അത് ചർച്ചയാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വളരെ ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ മറുപടികളുമായാണ് ഇന്ന് എത്തിയത്. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി ഓരോന്നിനും എന്തൊക്കെയാണ് പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറുപടി പറയുന്നതുമൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറുപടിയിൽ വ്യക്തത വരുത്തി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് ചില കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ്? അതാണല്ലോ നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തത്. ഇന്നലെ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ADGPയെ തള്ളിപ്പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ADGPയെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ആര് പറഞ്ഞാലും മാറ്റി നിർത്താൻ പോകുന്നില്ല. റിപ്പോർട്ട് വരട്ടെ. അത് വ്യക്തമായ നിലപാടാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് മുന്നണിയിലുള്ളവർക്ക്, സ്വന്തം പാർട്ടിയിലുള്ളവർക്ക്, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക്, മാധ്യമങ്ങൾക്ക്, പി വി അൻവറിന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത്. അതുകൊണ്ട് അതിൽ ഇനി വ്യക്തത കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലായിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടെ ആ ഗുഡ് ബുക്കിൽ നിന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ലാളന ഏൽക്കുന്ന ഒരു വ്യക്തി എന്ന ആ പ്രതിച്ഛായയിൽ നിന്ന് അൻവറിന് ഒരു പ്രതിച്ഛായ നഷ്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടുപേരുടെയും ഒരു പേട്രണേജ് അത് എത്രത്തോളം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന വാർത്താസമ്മേളനമായിരുന്നു ഇന്നത്തേത്. കാരണം രണ്ടുപേരും എൻ്റെ ഇടം കൈയും വലം കൈയുമാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഈ വാർത്താസമ്മേളനത്തിൽ. അത് ആ വാർത്താസമ്മേളനം കേട്ടിരുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേവലം ആരോപണങ്ങൾ കൊണ്ടോ ഊഹാപോഹങ്ങൾ കൊണ്ടോ തകർക്കാൻ കഴിയുന്ന വിശ്വാസമല്ല തനിക്ക് അവരിലുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പൊതുവായി എല്ലാവരും കേൾക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഘടകകക്ഷികളോടുള്ള മറുപടി, പാർട്ടിക്കുള്ളിലുള്ളവരോടുള്ള മറുപടിയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അതൃപ്തി മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിനെ ഈ വിവാദത്തിൽ വലിച്ചിഴച്ചിട്ടിരിക്കുകയാണ്. 1-2 ദിവസമല്ല, ഒരു മാസത്തിലധികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിവാദത്തിന്റെ നടുവിൽ നിൽക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ, അതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹം ഒരു കഴിവ് കെട്ടവനാണ് എന്ന രീതിയിലൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം പോകുന്നത്. ഇവിടെ പി വി അൻവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പി വി അൻവർ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഈ സംഭാഷണമടക്കം പുറത്തുവിടുന്നതിലൂടെ അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി രംഗത്ത് വരുന്നു, ഞാൻ പുറത്തുവിടുന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ് പി വി അൻവർ ഇതുവരെ അവകാശപ്പെട്ടത്. ആ അവകാശപ്പെട്ട നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടിയിൽ തന്നെ സൂചനയുണ്ട്. അന്വേഷണം നടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. P ശശിക്കെതിരെ പാർട്ടി തലത്തിലോ അല്ലാതെയോ ഒരു ഇല പോലും അനങ്ങാൻ പോകുന്നില്ല. മാതൃകാപരമായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്തൊക്കെ ആരോപണങ്ങൾ പി വി അൻവർ ഉയർത്തിയോ ആ ആരോപണങ്ങളെല്ലാം ഒരു വശത്തേക്കങ്ങ് തട്ടിമാറ്റുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. P ശശിയെ തൊടില്ല. പിന്നെ പി വി അൻവർ ആരാണ് എന്ന് പി വി അൻവർ ഓർക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു. P ശശി ആരാണെന്നും MR അജിത് കുമാർ ആരാണെന്നും അതിൽ തന്നെ ആരാണ് തനിക്ക് വേണ്ടപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് പ്രതിപക്ഷത്തിനും പി വി അൻവറിനും ഒക്കെ ബോധ്യപ്പെടേണ്ടതാണ്. അദ്ദേഹം നടത്തുന്ന ഈ ഒരു വിസിൽ ബ്ലോവറായിട്ടുള്ള ആക്ട് അതൊരു ശുദ്ധികലശത്തിന് വേണ്ടിയാണ് എന്ന് പി വി അൻവർ പറയുമ്പോഴും മുഖ്യമന്ത്രി എടുക്കുന്നത് അങ്ങനെയല്ല. ഇത് തന്നെ നാണം കെടുത്താനായിട്ടുള്ള ഒരു നീക്കം പി വി അൻവർ നടത്തുന്നു, പാർട്ടിയെ നാണം കെടുത്താനുള്ള ഒരു നീക്കം പി വി അൻവർ നടത്തുന്നു. അതാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെയാണ് പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, മുഖ്യമന്ത്രിയെ കൃത്യമായി ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെ മാറ്റിയെടുത്തിരിക്കുന്നു, അതാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് രണ്ടാമത് നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ അൻവർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ 2016 മുതലുള്ള സ്വതന്ത്ര MLA കഴിയുന്ന പി വി അൻവറിൻ്റെ ഒരു സഞ്ചാര രീതി അത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് വിധേയനാകണം, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന MLA ആണ്. CPIM-ലോ CPI-ലോ അംഗത്വമുള്ള MLA അല്ല എങ്കിൽ പോലും ഇടത് അനുഭാവമുള്ള, ഇടത് വോട്ടുകൾ കൂടി ജയിച്ച ഒരു MLA ആണ്. അതുകൊണ്ട് ഇടതിന് വിധേയനാകണം എന്നുള്ള ഒരു സന്ദേശം കൃത്യമായി ഇന്ന് പി വി അൻവറിന് മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് വന്ന തുടർ വാർത്താ സമ്മേളനത്തിൽ എന്നെ പുറത്താക്കിയാലും ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല എന്ന മറുപടി വരുന്നത് അത് മനസ്സിലായതുകൊണ്ടാവണം. ഇവിടെ P ശശിക്ക് പാർട്ടിക്കുള്ളിൽ പൂർണ്ണ നിയന്ത്രണം വരികയാണ്. ഒരുപക്ഷെ MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെക്കാളും പാർട്ടിക്കുള്ളിൽ P ശശിയുടെ ഒരു അപ്രമാദിത്വം ബോധ്യപ്പെട്ട വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രിയുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഘടകകക്ഷികൾ അല്ലെങ്കിൽ MV ഗോവിന്ദൻ തുടങ്ങി ആരാവശ്യപ്പെട്ടാലും P ശശിക്കെതിരായ ഒരു
അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രി പോകില്ല. അങ്ങനെ ഒരു പ്രബലനായ പി എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ പ്രബലൻ എന്നാക്കി മാറ്റാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായി പി ശശിയെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അപ്രമാദിത്വം അവിടെ തന്നെ തുടരുകയും ചെയ്യും. അൻവർ ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്റെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ PV അൻവർ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഇനിയും പോരാടി ഇതേ രീതിയിലാണ് പോരാട്ടം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടാകും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും PV അൻവറിനെതിരെ ഈ ഫോൺ ചോർത്തലടക്കം അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് തെറ്റാണ്. അൻവർ ഫോൺ ചോർത്തിയത് അന്വേഷിക്കണമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അതായത് അൻവർ കരുതിയിരുന്നോളൂ, അൻവറിനെതിരെ അന്വേഷണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന സൂചന മുഖ്യമന്ത്രി കൃത്യമായി അൻവറിന് നൽകുകയാണ്. ഈ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത്. തന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ വാർത്താ സമ്മേളനം തുടരെ അൻവർ നടത്തുകയാണെങ്കിൽ എനിക്കും തുടർച്ചയായി പറയേണ്ടി വരും. അൻവർ തുടർച്ചയായി പറഞ്ഞാൽ ഞാനും തുടർച്ചയായി പറയും എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. അത് PV അൻവറിന് നേരെ തന്നെയാണ്. ആവർത്തിച്ചുള്ള അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങളാണ് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. ADGPയെ അന്വേഷണം തീരുന്നതുവരെ മാറ്റി നിർത്തില്ല എന്ന് പറയുമ്പോൾ ഇനിയും ഒരു 10-13 ദിവസം കൂടി എടുക്കും ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറായി വരാൻ. ഒരു മാസമാണ് സമയം കൊടുത്തത്, 10-13 ദിവസം കൂടി എടുക്കും. ഇനി P ശശിക്കെതിരെ ഇനി ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവജ്ഞയോടെ തള്ളുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ആകെ ഓപ്പണായി കിടക്കുന്നത് ADGPക്കെതിരായ അന്വേഷണങ്ങളാണ്. അത് നേരത്തെ ഉണ്ണി സാർ വളരെ വിശദമായി അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് P ശശിയോടും ADGPയോടും അൻവറിന് ഇത്ര വൈരാഗ്യം തോന്നുന്നു? അതിനൊരു കാരണവും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടെത്തി പറയുന്നുണ്ട്. അത് അൻവർ ആവശ്യപ്പെട്ട കാര്യം നടപ്പിലാക്കി കൊടുക്കാത്തതിലെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ എന്നുള്ള ഒരു സൂചന ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. നിയമവിരുദ്ധമായി നടപ്പാക്കി കൊടുക്കാത്ത, ആ നിയമവിരുദ്ധമായി പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്താണ് അതേക്കുറിച്ച് പറയുന്നതെന്ന് അറിയാൻ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അൻവർ അതിൽ പറയുന്നത് മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിലാണ് P ശശിയുമായി തെറ്റുന്നത് എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ ആവശ്യപ്പെട്ട എന്ത് കാര്യമാണ് ADGPയും P ശശിയും ചെയ്തു കൊടുക്കാതിരുന്നത്? അതാണ് ഇനിയിപ്പോൾ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം കിട്ടി. ഷാജൻ സ്കറിയ എവിടെയാണുള്ളതെന്നുള്ള വിവരമടക്കം അൻവറാണ് കൊടുത്തത്. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 3 ഉദ്യോഗസ്ഥരെ ഈ വിവരങ്ങൾ അറിയിക്കുന്നു. അതിൽ ആരോ ഒരാൾ ഷാജൻ സ്കറിയയ്ക്ക് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു. എന്നിട്ട് ഷാജൻ സ്കറിയ കൃത്യമായി അവിടെ നിന്ന് മാറുന്നു. അങ്ങനെയാണത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഈ ADGPയും P ശശിയുമാണ് എന്നാണ് അൻവർ പറയുന്നത്. ഈ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരുക്കിയത് P ശശിയാണ് എന്ന് സ്ട്രെയിറ്റായി തന്നെ അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ, ഇപ്പോൾ വൈകിട്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിലും പറയുന്നു. അപ്പോൾ ആ വിവാദം അവിടെ നിൽക്കുന്നു. അൻവർ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, ഈ RSS നേതാവുമായുള്ള, RSSന്റെ ജനറൽ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച, അതൊരു വിവാദമാക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. ആ വിവാദം അങ്ങ് മടക്കി വെച്ചേക്കൂ എന്നുള്ള നിർദ്ദേശം പാർട്ടിക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറിയെ സർക്കാര്യവാഹിനെ പോയി കണ്ടത് താൻ പറഞ്ഞിട്ടാണ് എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലുള്ളവരും ശ്രമിക്കുന്നു. അത് പാർട്ടിക്കുള്ളിലെ തന്റെ ഒരു വലിപ്പം കുറയ്ക്കാനാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. കാരണം അൻവറിന്റെ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ പലയിടങ്ങളിലും പൊട്ടലും ചീറ്റലുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സമ്മേളന കാലയളവാണ്. ഒരു സമ്മേളന കാലയളവിലാണല്ലോ നേതാവിന്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പലപ്പോഴും നിർണ്ണയിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാമേരുവിനെ അടിച്ച് താഴെയിടാനായിട്ട് അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ചിലരുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ദൂതനല്ല അജിത് കുമാർ, രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ സന്ദേശം കൈമാറാനൊന്നും ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ അജിത് കുമാറിനെതിരെ CPI പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ഘടകകക്ഷികൾ പറഞ്ഞതനുസരിച്ച് നടപടിയെടുത്താൽ, ഈ കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്തു കഴിഞ്ഞാൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്നുള്ളൊരു വ്യാഖ്യാനം വരും. അതിൽ മുഖ്യമന്ത്രിക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാഞ്ഞിട്ടൊന്നുമല്ല. ഇക്കാര്യത്തിൽ ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ എന്തായാലും അന്വേഷിക്കുമായിരിക്കും. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തനിക്ക് നേരെ തൊടുത്തുവിട്ട അമ്പ് ആരാണ് തൊടുത്തുവിട്ടതെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചെറുതാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളല്ല, സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇനി എത്ര ആവശ്യപ്പെട്ടാലും ADGPയെ മുഖ്യമന്ത്രി ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ തൊടാൻ പോകുന്നില്ല. ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാലും കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സമ്മേളന കാലത്ത് ആരും പടയും പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി നൽകി കഴിഞ്ഞു. അത് പാർട്ടിയിലുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ PV അൻവറിന് സമൂഹ മാധ്യമങ്ങളിൽ പോലും ഈ ഇടതുചേരിയിലെ പോരാളികളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാനുള്ള സാധ്യതയില്ല. ആദ്യം കൈയടിച്ചവരുടെയൊക്കെ കയ്യടിയൊക്കെ ഇപ്പോൾ പിൻവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സമൂഹ മാധ്യമങ്ങളിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്തായാലും
മുഖ്യമന്ത്രി ഇന്ന് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു റെസ്പെക്ട് തോന്നി. അദ്ദേഹം കൂടെയുള്ള ആള് ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു, ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു, പക്ഷേ അന്വേഷണം തീരട്ടെ, അതുവരെ നടപടി എടുക്കുന്നില്ല. ഇത്രയും പേർ പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു പരിചയം എടുത്തു പിടിച്ച് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കണ്ടത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ നിൽക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഇക്കാര്യത്തിൽ പക്ഷേ തെറ്റുകാരനാണെങ്കിൽ ആ പരിചയം അദ്ദേഹം ഒന്ന് മാറ്റിവെക്കുകയും വേണം എന്നുള്ള ചെറിയൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇവിടെ നായനാർ മന്ത്രിസഭയിൽ നിന്ന് പി ശശി പുറത്തായത് എങ്ങനെയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തായത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പി വി അൻവർ നിർത്തിയിട്ടില്ല. പി വി അൻവർ നിർത്തുന്ന ലക്ഷണവും കാണുന്നില്ല. എന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്നൊക്കെ പി വി അൻവർ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പോരാട്ടം എന്ന് പറയുന്നത് മുന്നോട്ട് പോകണം എന്ന് നമ്മളൊക്കെ പറഞ്ഞാലും ആ പോരാട്ടം എത്ര വരെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം ഇന്ന് മുഖ്യമന്ത്രി ഇട്ടുവെച്ചിട്ടുണ്ട്. അതായത് അടിക്കാനുള്ള വടി ഇപ്പുറത്തുണ്ട്, അത് തയ്യാറാണ്, ഗവർണർ കത്ത് നൽകിയിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ആ പേടിപ്പിക്കൽ തന്നെയാണ്. Meet the editors.